വൈഡാക്കുമ്പോൾ കണ്ടോ ഇരുട്ട്. ഇതിപ്പോ പുറയുന്ന വെട്ടമൊന്നും കുഴപ്പമില്ല. ഇതുണ്ടാ Gumsal swelling, bleeding, loose gums. തിരഞ്ഞെടുക്കൂ ഗം എക്സ്പെർട്ട് 18 പച്ചമരുന്നുകളുള്ള ബീക്കോബൈറ്റ്. ആലുവക്കാരുടെ സ്വന്തം മാധുര്യ തിയേറ്റർ. അതിൽ മാധുര്യ തിയേറ്റർ ഇപ്പോൾ ലേസറായിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതും 2K ലേസർ വിത്ത് ഡോൾബി അറ്റ്മോസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അയ്യേ 2K ലേസറില്ലെന്ന്. എൻ്റെ മക്കളെ, ഐ അഷ്യൂർ യു, നിങ്ങൾ അവിടെ പോയി നല്ലൊരു DCP വന്നിരിക്കുന്ന ഒരു സിനിമ കണ്ടാൽ അതൊരു 2K പ്രൊജക്ഷനാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഞാൻ അത്രത്തോളം സിനിമകൾ, അത്രത്തോളം തിയേറ്ററുകളിൽ ഈ പറഞ്ഞ കേരളത്തിലും ഇന്ത്യയിലും പുറത്തൊക്കെ ആയിട്ട് പോയി കണ്ടിട്ട് ഞാൻ പറയാണ്, വെരി ഹാർഡ് ടു ടെൽ ഇറ്റ് ഇസ് 2K. അത്രയും ഒരു കിടിലൻ ടോപ്പ് ഓഫ് ദ ലൈനിൽ ഇരിക്കുന്നൊരു പ്രൊജക്ടറിൽ നിന്നൊക്കെ വരുന്ന ടൈപ്പ് ഒരു ഔട്ട്, അത് എനിക്ക് അൺബിലീവബിളായിട്ട് തോന്നി. അവിടുത്തെ പുതിയ സ്ക്രീനിൻ്റെ ഗുണമാണോ, ഏറ്റവും പുതിയതായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ക്രിസ്റ്റിയുടെ 4th ജനറേഷൻ പ്രൊജക്ടറിൻ്റെ ഗുണമാണോ എന്താണെന്നറിയില്ല, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കിടിലൻ. ഇനി ഇതൊന്നുമല്ല, ഞാൻ കണ്ട സിനിമ രണ്ടും ഗുഡ് ബാഡ് അഗ്ലിയും റെട്രോ ആണ്. രണ്ടിനും കിടിലൻ DCP ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗുഡ് ബാഡ് അഗ്ലി ഭയങ്കര എൻജോയബിൾ ആയിരുന്നു, എസ്പെഷ്യലി ഡ്യൂ ടു ദ ക്രൗഡ് അറ്റ് മാധുര്യ. എൻ്റെ മോന് എന്ത് വൈബ് ക്രൗഡാണ്, കിടിലൻ ക്രൗഡ്. എറണാകുളത്ത് ഏറ്റവും വൈബ് ക്രൗഡ് ഉള്ള സ്ഥലങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണത് കവിത, വനിത, മാധുര്യാണ്. എൻ്റെ മോനെ എന്ത് രസമായിരുന്നു അറിയാമോ. നിങ്ങൾ ഒരു സിനിമ ലവറാണെങ്കിൽ, തിയേറ്ററിൽ പോയി ആർത്തുല്ലസിച്ച് പടം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മാധുര്യയിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ നിങ്ങൾ ഫാൻസിൻ്റെ കൂടെ ഒരു സിനിമ അവിടെ കാണണം എന്ന് ഞാൻ പറയും. കാരണം എന്താ കിടിലൻ ക്രൗഡ്. അതും അവിടുത്തെ പ്രൊജക്ഷനും സൗണ്ടും ഗംഭീരമായതുകൊണ്ട് തന്നെ എത്ര ആർപ്പുവിളിയും ബഹളവും ഉണ്ടെങ്കിൽ പോലും നമുക്ക് സിനിമയിലെ ഡയലോഗ് കൃത്യമായിട്ട് കേൾക്കാം. എത്ര ആഘോഷം നടക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് സിനിമയും കൂടെ കാണാൻ പറ്റും. എനിക്കവിടെ തുടരും കാണാൻ പറ്റാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. അതായത് എനിക്ക് ഉറപ്പാണ് അവിടെ തുടരും കണ്ടിരുന്നെങ്കിൽ വേറെ റേഞ്ച് എക്സ്പീരിയൻസ് ആയിരുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ വനിതയിലാണ് കണ്ടത്, അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടബോധമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നിങ്ങളവിടെ ഒരു പടം ഫാൻസിൻ്റെ കൂടെ കാണണം എന്ന് ഞാൻ പറയാം. ആസ് എ ഫിലിം ലവർ, ആസ് എ തിയേറ്റർ ലവർ, മാധുര്യ ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു. കിടിലൻ തിയേറ്റർ. അപ്ഗ്രേഡിന് ശേഷമുള്ള മാധുര്യ വിത്ത് ലേസർ പ്രൊജക്ഷൻ ആൻഡ് ഡോൾബി അറ്റ്മോസ്. എൻ്റെ മോനെ വെറുതെ റേഞ്ച്, അന്യായ എക്സ്പീരിയൻസ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ആ ഒരു പർട്ടിക്കുലർ ഓഡിറ്റോറിയത്തിന് ഏകദേശം 36 അടി താഴെയാണ് സ്ക്രീൻ സൈസ് വരുന്നത്. അത്യാവശ്യം അടിപൊളി സീറ്റിങ്ങും, നമ്മുടെ വനിതയിലൊക്കെ ഉള്ള പോലത്തെ എല്ലാ സീറ്റും ഓൾമോസ്റ്റ് സോഫയിഷ് ഫീൽ തരുന്ന ഒരു ടൈപ്പ് സീറ്റ്. അതും വെറും 160 രൂപയ്ക്ക്. സോഫ സീറ്റ് എന്താ 220 രൂപ എന്തോ ഉള്ളൂ കേട്ടോ. 220 240 രൂപ എന്തോണ്ടും. റെട്രോ ഞാൻ കണ്ട സോഫയിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ ഞാൻ 2 സീറ്റിലും ഇരുന്നു. ഫ്രണ്ടിലുള്ള ബാക്കി നോർമൽ സീറ്റ്സ് ആയിട്ടുള്ള അതും പോലും സോഫ ടൈപ്പ് സീറ്റാണ്. ആ വനിതയിലുള്ള ടൈപ്പിൽ സ്ക്രീൻ 1 ഉം 2-ലൊക്കെ 3 ഉം 4-ലൊക്കെ ഉള്ള ടൈപ്പുള്ള ആ ഒരു സീറ്റാണ് അവിടെ ഉള്ളത്. ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ. 160 രൂപക്ക് വെറുതെ കിടിലനടേ, കിടിലൻ. അതും ഇതിൻ്റെ സൗണ്ട് ചെയ്തിരിക്കുന്നത് ആരും ആയിക്കോട്ടെ, ആ സൗണ്ട് എൻജിനീയർ പണി അറിയാവുന്നവനാണ്. അവൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാണണം. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സ്പീക്കറുകളും പൾസിൻ്റെയും എമിനൻസിൻ്റെ സബ് അങ്ങനെ എന്തൊക്കെയാണോ യൂസ് ചെയ്തേക്കുന്നത് തോന്നുന്നു. ഇവിടെ എന്താണ് എനിക്ക് വിസ്ഫോടനം എന്നൊക്കെ ഞാൻ പറയും.
അത്രയും കിടുവായിരുന്നു എനിക്ക് ഗുഡ് ബാഡ് അഗ്ലിയും റെട്രോയും കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. റെട്രോ സിനിമ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ടും ഞാൻ പറയാണ്, ആ സിനിമയ്ക്ക് നല്ല സൗണ്ട് ഡിസൈൻ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഞാൻ മാധുരി കണ്ടുകൊണ്ട് എന്ത് രസമായിരുന്നു അറിയാമോ. അത് ഗുഡ് ബാഡ് അഗ്ലി ഒരു ആഘോഷം, ഏതോ മറ്റേ കോളേജ് ഫെസ്റ്റിവലിനൊക്കെ പോയ ഒരു ഫീലാണ് എനിക്ക് അവിടെ കിട്ടിയത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, അത്രയും രസം. എനിക്ക് ആ ഫീൽ പൊതുവെ വനിതയെന്ന് അല്ലെങ്കിൽ കവിതയിൽ നിന്ന് കിട്ടാറുള്ളൂ. പക്ഷേ കവിതയിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീല് മാത്രമേ കിട്ടുള്ളൂ. പ്രൊജക്ഷൻ സബ്പാറാണെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ബിലോ ആൻഡ് പത്തറ്റിക് പ്രൊജക്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കവിതയില. അതേപോലെ തന്നെ അവിടുത്തെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗണ്ട് ഡയലോഗൊന്നും കേൾക്കാൻ പറ്റില്ല ഫാൻ ഷോനൊക്കെ പോയി, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയേക്കണത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വനിതയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം മാധുരിയെ കാണുമ്പോഴോ പിന്നെ മറ്റൊരു തിയേറ്റർ, അത് വരും ദിവസം ഞാൻ ആ തിയേറ്ററിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇടാം. അവിടെയും ഇപ്പോൾ എറണാകുളത്ത് എന്നോട് എനിക്ക് ബെസ്റ്റ് ഏതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഈ 4 സ്ഥലങ്ങളാണ് പറയണത്. പിന്നെ ഐസക് മറിയ മൂവാറ്റുപുഴ ഓൾറെഡി വീഡിയോ ഇട്ടിരുന്ന ചാനലിൽ ഞാനത് ലിങ്ക് ചെയ്തേക്കാം, കണ്ടു നോക്കുക. ടോപ്പ് നോച്ച് തിയേറ്റേഴ്സാണ്. സ്ക്രീൻ 1 ആയാലും ശരി 2 ആയാലും ശരി. 1 ക്രിസ്റ്റിയുടെ പ്രൊഫഷനും 2 ബാർക്കോടെ പ്രൊഫഷനാണ് യൂസ് ചെയ്തിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നുള്ളത് മറന്നുപോയി. എൻ്റെ മോനെ വിഷയമായിരുന്നു, വിഷയം. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐസക് മറിയ സ്ക്രീൻ 1 and 2 മൂവാറ്റുപുഴ, വനിത സ്ക്രീൻ 1, 2, 3, അതുപോലെ തന്നെ നമ്മുടെ മാധുരിയ ഈ തിയേറ്റർ, പിന്നെ ഓൾഡ് സെൻട്രൽ. എൻ്റെ മുന്നേ ലേസർ വിത്ത് അറ്റ്മോസ് വേറെ റേഞ്ച് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കണോണ്ട് ഞാൻ പറയണത്. അത് കൂടാതെ വേറെ 2-3 തിയേറ്റേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. 4 സ്റ്റാർ മഞ്ഞപ്ര, പിന്നെ വേറെയും കുറേ തിയേറ്റേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടാം. എന്തായാലും ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് അത്ര എനിക്ക് പറയാനുള്ളത്. അതായത് കൊടുക്കണ പൈസക്ക് അന്യായ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സ്നാക്സ് കൗണ്ടേഴ്സ്, സാധാരണക്കാരെ എന്താ പറയുക, അവരോട് റെസ്പെക്റ്റ്ഫുള്ളി വെച്ചിരിക്കുന്ന ഒരു സ്നാക്സ് കൗണ്ടർ, അവരെ പിഴിയാതെ മര്യാദക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്നാക്സ് കൗണ്ടർ. എന്തൊക്കെ സാധനം ഉണ്ടെന്ന് അറിയാമോ? നല്ല തിരക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സിനിമ കാണാൻ വരുന്നവർ ഫുഡും വാങ്ങുന്നുണ്ട്, കപ്പൽ മേടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം, അട്ടാണി വേണോ, കപ്പൽ വേണോ, എന്ത് സാധനമുണ്ട്, എല്ലാം ഉണ്ട് നോർമൽ പ്രൈസിങ്ങിൽ. അപ്പോൾ അത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കിടിലം. താങ്ക് യു സോ മച്ച് ടു ദ മാനേജ്മെൻറ്റ്. അവർ കുറച്ച് പേര് ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തു, ഞാൻ സംസാരിച്ചു, അവരോട് കുറച്ച് ഫീഡ്ബാക്ക്സ് ഞാൻ കൊടുത്തു. എല്ലാവരും അത് അവരുടെ ഒരു പെരുമാറ്റം തന്നെയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓണറൊക്കെ വന്ന് സംസാരിച്ചതൊക്കെ എൻ്റെ മുന്നിൽ എന്ത് ഹമ്പിളായിട്ടുള്ള ആളുകളാണെന്ന് പറയാം. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ അവർ അത്രയും കാര്യമായിട്ട് എടുക്കുകയും ചെയ്തു. അവർ ഓൾറെഡി പറയുകയും ചെയ്തു, ഞങ്ങൾ വൈകാതെ തന്നെ റിനോവേറ്റ് ചെയ്യും, ഞങ്ങൾക്ക് അതിനുള്ളൊരു ഫണ്ട് കിട്ടട്ടെ, ഇത് നല്ല പൈസ ചിലവായി, അപ്പോൾ ഫണ്ട് കിട്ടട്ടെ, ഞങ്ങളത് റിനോവേറ്റ് ചെയ്യും. അത് അടിപൊളി സീറ്റ്സോടുകൂടി, കാരണം 1000-ന് മുകളിൽ സീറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ മാതാ തിയേറ്റർ കിങ് സൈസ് തിയേറ്ററാണ്. അത് ഫുൾ സീറ്റൊക്കെ ഫുൾ മാറ്റി, അതും 4K ലേസർ പ്രൊജക്ഷനൊക്കെ വെച്ച് അറ്റ്മോസ് ആക്കി അപ്ഗ്രേഡ് ചെയ്യുന്ന വാക്ക് തന്നിട്ടുണ്ട്. അത് വിഷയമായിരിക്കും. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ കം ഡൗൺ ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ ഇൻ കൊച്ചി. മാതാ 4K ലേസർ വിത്ത് അറ്റ്മോസ് ആക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള മറ്റുള്ള തിയേറ്ററുകൾക്കൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് നാളത്തേക്ക് അവർ കിടന്ന് വേർക്കേണ്ടി വരും. ഇവിടുത്തെ മൾട്ടിപ്ലക്സൊക്കെ വേർത്ത് ഒലിക്കും. കാരണം 1000 സീറ്റും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈവൻ ഞാൻ ഈ ഗുഡ് ബാഡ് അഗ്ലി കാണാൻ പോയ ടൈമിൽ മാതയിൽ വേറെ ഒരു സിനിമയുണ്ട്. അതിനുശേഷം ഞാൻ റെട്രോ കാണാൻ പോയ ടൈമിൽ തുടരും കാണാൻ വന്ന ആൾക്കാർ, ആ 1000 സീറ്റും ഫില്ലടി, 1000 സീറ്റും ഫില്ല്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ടും അവിടെ 1000 പേര് വരുമ്പോൾ എത്ര വണ്ടി ഉണ്ടാവും, 2 വീലറും 4 വീലറും. എന്നിട്ടും അതിനും 3/4 ഭാഗം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. പക്ഷേ എന്നിട്ടും അതിൽ കൂടുതൽ വണ്ടി വന്നിട്ട് പുറത്ത് പലയിടങ്ങളിലായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ സിനിമ ടിക്കറ്റ് എടുത്ത് പോകുമ്പോൾ കുറച്ച് നേരത്തെ പോവുക, പാർക്കിംഗ് കിട്ടില്ല, അത്ര എളുപ്പമല്ല എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ 2 വീലറിനാണ് പോയത്, എനിക്കതുകൊണ്ട് പാർക്കിംഗ് കിട്ടി. ഞാൻ കുറച്ച് ഇടങ്ങളവിടെ കണ്ടു, ചേട്ടൻ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ്. ഈവൻ ദ വേ ദ മാനേജ്മെൻറ്റ് റെസ്പോണ്ടഡ് ടു മൈ സജഷൻസ് എല്ലാം കൊണ്ട് അതൊരു നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർ കസ്റ്റമറിനെ നല്ല രീതിയിലാണ് കാണണം. അതായത് അവരെ ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തെ അവരാക്കി മാറ്റിയവരാ, അവരെ അടിപൊളിയായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാധനമായിരുന്നു. അത് ഇപ്പോൾ കൊച്ചിയിലെ തന്നെയുള്ള വളരെ 100-ന് മുകളിൽ വർഷങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അവർക്ക് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ആ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിനോടൊക്കെ അവർ ഭയങ്കര വാല്യൂ ചെയ്യും. ഞാൻ പണ്ട് ആലുവയിലാണ് ഏകദേശം ഒരു 3 വർഷം ജോലി ചെയ്തത്.
സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ മാതാമാധുരിയിൽ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ കൂടുതൽ പോയിരുന്നത് അവിടെ കസീനോ എന്നുള്ള തിയേറ്ററിലായിരുന്നു. കാരണം ആ ടൈമിൽ കസീനോ അടിപൊളി 3D ആയിരുന്നു. ഇപ്പോഴും കസീനോ ഒരു ഫെയർലി ഗുഡ് തിയേറ്റർ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, അന്ന് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 9 ഇയേഴ്സ് ബിഫോർ ആണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ആക്ച്വലി 9 അല്ല, ശരിക്കും 12 ഇയേഴ്സ് ബിഫോർ, 9 ഇയേഴ്സ് ബിഫോർ വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളാണ് ഗ്രാൻഡ് ഹോട്ടൽ ഫുഡ് കഴിക്കാൻ, പിന്നെ അതുപോലെ ഡി കനോപ്പി, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഈവൻ അവിടുത്തെ ചിക്കിങ്, ആലുവ ചിക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഓഫീസിൽ നിന്ന് സ്ഥിരം പോയിരുന്ന സ്ഥലമാണ്. പിന്നെ ഒരു അൺലിമിറ്റഡ് നമ്മുടെ മാഞ്ഞാലി ബിരിയാണി കിട്ടുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ BBS എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് വളരെ മിതമായ ചിലവിൽ നമുക്ക് ബിരിയാണി കിട്ടും അവരുണ്ടാക്കുന്ന. അങ്ങനെ കുറേ ഞങ്ങൾക്ക് ഒരുപാട്, ഞങ്ങളുടെ CCube സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനി, അല്ലെങ്കിൽ പിന്നീട് അത് പേര് മാറ്റി ഓണർഷിപ്പൊക്കെ മാറിയിട്ട് ഓർഗനൈസ് ടെക്നോളജീസ് എന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആ ഏരിയയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടുതലും പോയിരുന്നു അവിടെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മച്ചാൻ എപ്പോഴും കൂടുതലും സിനിമയ്ക്ക് പോയിരുന്നതൊക്കെ കസീനോയിലായിരുന്നു, എന്നെപ്പോലെ തന്നെ. അപ്പോൾ കസീനോ എന്നെ സംബന്ധിച്ച് ഭയങ്കര നല്ലൊരു തിയേറ്റർ. ഞാൻ ഹെലനാണ് അവസാനമായിട്ട് കസീനോ കണ്ട സിനിമ. അതും ഞാൻ അനുഭവയെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ കാണുന്നത്. അനുഭവയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ആ തിയേറ്റർ. അന്നത്തെ ആ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹെലൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി. അന്ന് ഹെലൻ അവിടെ കണ്ടപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് തന്നൊരു തിയേറ്ററാണ്. ഇപ്പോഴും ഈ പറഞ്ഞ തിയേറ്റേഴ്സിലൊന്നും വലിയ ടിക്കറ്റ് റേറ്റ് ഒന്നും ഇല്ല കമ്പയർഡ് ടു കൊച്ചിയിലുള്ള മറ്റുള്ള ഇവിടെ നമ്മുടെ സിറ്റിയിലുള്ള തിയേറ്ററുകളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും റേറ്റ് വളരെ കുറവാണ്. ഇത് തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ 160 രൂപക്ക് കിഡിലൻ എക്സ്പീരിയൻസ് ഉണ്ട്, അടിപൊളി. അപ്പം ഞാൻ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റേഴ്സ് റൈറ്റ് നൗ. ഇപ്പോൾ ഉള്ള തിയേറ്റർ സ്ക്രീൻ ഇൻ കൊച്ചി വെച്ച് നോക്കുമ്പോൾ ഇത് കൊടുക്കുന്ന പൈസയ്ക്ക് വൻ മൂല്യമാണ് തരുന്നതെന്നാണ് എനിക്ക് ഫീൽ ആയത്. എന്തായാലും നിങ്ങൾ അവിടെയുള്ള ആലുവക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. ആലുവയിൽ ഇത് കൂടാതെ സീനത്ത് തിയേറ്റർ ഉണ്ട്. സീനത്ത് തിയേറ്ററിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറെ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ എന്നോട് ചോദിച്ചാൽ ആലുവയിൽ ബെസ്റ്റ് തിയേറ്റർ അൺഡൗട്ട്ലി ബെസ്റ്റ് സ്ക്രീൻ മാധുരിയാണ്. മാധുരിയുണ്ട്. അതിനകത്ത് മാധുരിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് സ്ക്രീൻ എന്ന് ഞാൻ പറയും. കിടിലൻ സൗണ്ടും. ആ മാത, ഞാൻ വീണ്ടും പറയുന്നു, ആ മാത 4K ലേസർ വിത്ത് അറ്റ്മോസ് ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എറണാകുളം ജില്ലയുള്ള ബാക്കി എല്ലാ തിയേറ്റേഴ്സും ശരിക്കും കടന്ന് വേർക്കും. അതിനുള്ള വകയുണ്ട് മാത തിയേറ്റർ. അത്രയും വലിയ കിങ് സൈസ് തിയേറ്ററാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് രണ്ടാമത് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്ത എല്ലാവർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരുപാട് പേര് എനിക്ക് കമൻറ്റിലൂടെയും ഇൻസ്റ്റഗ്രാം DMയിലൂടെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ മാധുര്യ തിയേറ്റർ അപ്ഗ്രേഡ് ചെയ്തു, ലേസർ ആക്കിയിട്ടുണ്ട്, ഒന്ന് വന്ന് കണ്ടു പോകുന്നത്. അവരെല്ലാവരും എന്നോട് പറഞ്ഞില്ലേ 4K ലേസർ ആക്കി എന്നുള്ളതാണ്. ഇവിടുത്തെ മാനേജ്മെൻറ്റ് ആണ് എന്നോടത് തിരുത്തിയത്. 4K അല്ല 2K ലേസറാണ് കേട്ടോന്ന്. ഏത് മോഡൽ നമ്പറാണെന്ന് വരെ അവർ പറഞ്ഞെനിക്ക് തന്നു. 2415 എന്ന് പറഞ്ഞ പ്രൊജക്ടറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, ക്രിസ്റ്റീഡ. അത് 4th ജനറേഷൻ സീരീസിലെ ഏറ്റവും ബ്രാൻഡ് ന്യൂ പ്രൊജക്ടർ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു പ്രൊജക്ടറാണ്. അതും ഇനഫാണ്. ഇവർക്ക് ആ 15,000 ലൂമൻസിൻ്റെ പ്രൊജക്ടർ തന്നെ ധാരാളമാണെന്നുള്ളതാണ്. അത്രയും ഞാൻ വേറൊന്നും പറയുന്നില്ല. നിങ്ങളൊരു സിനിമ ഇവിടെ കണ്ടു നോക്കുക. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഐ ഹൈലി റെക്കമെൻഡ് ആൻഡ് ഐ ആം സോ ഇംപ്രസ്ഡ് ബൈ ദിസ് തിയേറ്റർ സ്ക്രീൻ. മാധുര്യ മാസ് പടങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇരുണ്ടിരിക്കുന്ന ഒരു പടം നല്ല ബ്രൈറ്റായിട്ട് അടിപൊളിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. എനിക്കൊരു 3D സിനിമ എനിക്കിവിടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇത് ഓൾറെഡി 3D മോഡുലേറ്റർ ഉള്ള സ്ക്രീനാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഏത് മോഡുലേറ്ററാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എന്തായാലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ തിയേറ്ററിൻ്റെ പ്രൊജക്ഷനിസ്റ്റ് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ റെഗുലറായിട്ട് കണ്ടപ്പോൾ മച്ചാനെ ഒന്ന് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഏത് മോഡുലേറ്ററാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, 3D മോഡുലേറ്റർ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത തവണ ഒരു 3D പടം കാണാൻ തീർച്ചയായിട്ടും വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിടെ. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനുള്ള തിയേറ്റർ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. അടുത്ത വീഡിയോ ആ തിയേറ്ററിനെ പറ്റി ആയിരിക്കും. ഓൾഡ് സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തുറ. ഓൾഡ്, ന്യൂ അല്ല, ഓൾഡ് സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തുറ. അവിടുത്തെ സ്ക്രീൻ 1 and 2 ലേസറായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെ മൊത്തം 4 സിനിമ കണ്ടു. കഴിഞ്ഞ ദിവസത്തെ 2 സിനിമ അവിടെ തന്നെയാണ് കണ്ടിരുന്നത്. 4 സിനിമകൾ കണ്ടു. ഞാൻ ആദ്യമേ പറയണേ കിടിലൻ തിയേറ്ററാണ്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ, ഡീറ്റെയിൽ വീഡിയോ വരുന്നതായിരിക്കും. എന്തായാലും കൊച്ചിയിലെ തിയേറ്റർ സീൻസൊക്കെ മാറുകയാണ്. ഈ നമ്മുടെ
സാധാരണ തിയേറ്റേഴ്സ് അപ്ഗ്രേഡ് ചെയ്ത് ഈ ലെവലിലെത്തി. ഇനിയെങ്കിലും ഇവിടുത്തെ മൾട്ടിപ്ലക്സസ്, സോ കോൾഡ് പ്രീമിയം എന്ന് അവകാശപ്പെടുന്ന മൾട്ടിപ്ലക്സസ്, പ്ലീസ് ഇത് കണ്ടിട്ട് ഉളുപ്പ് തോന്നിയെങ്കിലും നീയൊക്കെ ഒന്ന് ആ പ്രൊജക്ടർ മാറ്റണേ. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പ്. ഇവിടുത്തെ സാധാരണ തിയേറ്റേഴ്സ് ലേസർ പ്രൊജക്ഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോഴും ജാംബവാൻ്റെ സീനോണും വെച്ചുകൊണ്ടിരിക്കുകയാണ്. മൾട്ടിപ്ലക്സസ് പ്രീമിയം എന്നും പറഞ്ഞുകൊണ്ട് ഓവർ പ്രൈസ്ഡ് പോപ്കോണും വിറ്റുകൊണ്ട്. നാണമില്ലേടേ നിനക്കൊക്കെ? നാണമില്ലേ? ഉളുപ്പുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നാട്ടുകാരെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സിനിമകൾ വരുമ്പോഴേക്കും ഇതിനേക്കാളൊക്കെ 10 ഇരട്ടി ടിക്കറ്റ് പ്രൈസ് കോട്ട് ചെയ്ത് നാട്ടുകാരെ ലൂട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇവിടുത്തെ മൾട്ടിപ്ലക്സസ് എന്ന് പറഞ്ഞാൽ മൊണ്ണേശുകൾ. കണ്ടുപഠിക്കുക ഓരോ തിയേറ്ററൊക്കെ എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളത്. കണ്ടുപഠിക്കുക അവിടെ നിന്ന്. ഇനിയെങ്കിലും നീയൊക്കെ അവിടുത്തെ ലേസർ സിസ്റ്റം ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യും. നിൻ്റെയൊക്കെ ജാംബവാന് പോലും വേണ്ടാത്ത കുറേ സീനോണും വെച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഓട്ട വീണ 7.1 ഒക്കെ വെച്ചുകൊണ്ട്. കണ്ടുപിടിക്കും. നിനക്കൊന്നും ഇതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആ തിയേറ്ററിൽ പോയി 160 ടിക്കറ്റ് എടുത്തുള്ള പോയി ഇരിക്കും. എന്നിട്ടൊരു സിനിമ കാണും. അപ്പം മനസ്സിലാവും നിങ്ങൾ എവിടെ കിടക്കണ്, ഇവരെവിടെ എത്തി എന്നുള്ളത്. മൾട്ടിപ്ലക്സസ്, ഐ ആം ടോക്കിംഗ് ടു യു ഗൈസ്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ റിജക്റ്റ് ചെയ്യും. കണ്ടോ, ഈ തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടതിന് ശേഷം കുറേ ആളുകളെങ്കിലും മൾട്ടിപ്ലക്സ് വേണ്ടാന്ന് വെച്ചവരെ എനിക്കറിയാം. വനിതയിലുള്ള തിയേറ്ററിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇതിന് മുന്നേ സിനിമ കണ്ടിരുന്നത് PVRും സിനിപോളിസും പാൻ സിനിമാസും അവിടെയൊക്കെ ആയിരുന്നു. ഇവരൊക്കെ അവിടെ പോകുന്നത് നിർത്താനുള്ള കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് പേഴ്സണലി അറിയാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ട്, അവരുടെ ഫാമിലീസിൻ്റെ ഇടയിലുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. ഈവൻ തിയേറ്ററിൽ കണ്ട് കൂടെ കണ്ട് സംസാരിച്ച് ഫ്രണ്ട്സായ ആൾക്കാർ എനിക്കുണ്ട്. ഞാൻ ഈ പറയുന്ന മൾട്ടിപ്ലക്സസിൽ ചെന്ന് പരിചയപ്പെട്ട ആൾക്കാരെ എല്ലാവരും ഒക്കെയാണ് ഞാനിപ്പോൾ വനിതയിൽ സിനിമ കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ മാധുരിയെ കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ പണ്ട് മൾട്ടിപ്ലക്സിൽ പോയിരുന്നവരാണ്. അവരൊക്കെ നിർത്തി. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടെ. ഇവിടെയൊക്കെ ഫ്രീ പാർക്കിംഗ് ആണ്. പാർക്കിങ്ങിന് 5 പൈസ കൊടുക്കണ്ട. മാളുകളിൽ പോയി കഴിഞ്ഞാൽ മണിക്കൂറിന് ഒടുക്കത്തെ പാർക്കിംഗ് റേറ്റാണ്. ആ സെൻട്രൽ മോളിലൊക്കെ എന്താണ് പാർക്കിംഗ് റേറ്റ്? ഇത്രയും പാർക്കിംഗ് റേറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമോ? ഇത്രയും തന്നെ ഞാൻ പറഞ്ഞില്ലേ, പാർക്കിംഗ് ഫീസേ ഇല്ല. വിശന്ന് ചത്തുപിടിച്ചിരിക്കണ്ട, അല്ലെങ്കിൽ ഓവർ പ്രൈസായിട്ട് ഫുഡിന് പ്രൈസ് കൊടുത്ത് മറ്റേ കീശ കീറും എന്നുള്ള പേടി വേണ്ട. പിള്ളേരൊക്കെ ആയിട്ട് മാതാപിതാക്കൾക്ക്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോകാൻ മടിയാണ്. എൻ്റെ ഫാമിലി തന്നെയുള്ളവർക്ക് പിള്ളേരായിട്ട് പോകാൻ മടി. എന്താണെന്ന് അറിയാമോ? പൈസ പോണ കേസാണെന്ന്. അതും എങ്ങാലും സിനിമ മോശം കൂടി ആയാലും ആവറേജ് കഴിഞ്ഞാൽ അവർക്ക് അസംതൃപ്തിയാണ് തോന്നുന്നത്. കാരണം എന്താ? അത്രയും പ്രൈസ് ആയതുകൊണ്ട് ഫുഡിനൊക്കെ. ഇവിടെ നിന്ന് ഒന്നും പേടിക്കാനില്ല. സിനിമ മോശമാണെങ്കിൽ പോലും ബാക്കി എല്ലാ സാധനങ്ങളും നല്ലതാണ്. എക്സ്പീരിയൻസ് നല്ലതാണ്, പ്രൊഡക്ഷൻ നല്ലതാണ്, സൗണ്ട് നല്ലതാണ്. അവിടുത്തെ ഫുഡൊക്കെ വാങ്ങി കഴിക്കാം. നമുക്ക് അവിടെ വിശന്ന് ഗ്യാസ് കയറി മറ്റേ അയ്യോ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറയേണ്ട അവസ്ഥയില്ല. അല്ലെങ്കിൽ വാശി പിടിക്കുന്ന കൊച്ചിനോട് എന്താണ് മൽപ്പിടുത്തം പിടിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. സിനിമ തിയേറ്ററിലേക്ക് ആൾക്കാർ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് പോയി നോക്കി. ഈ മൾട്ടിപ്ലക്സിൻ്റെ ഓണേഴ്സായിട്ടുള്ള ആൾക്കാർ, മാനേജേഴ്സ് ഇതേപോലത്തെ തിയേറ്റേഴ്സിൻ്റെ പുറത്ത് പോയി ഷോ നടക്കുമ്പോൾ ഒന്ന് പോയി നോക്കാം. അപ്പോൾ കാണാം എത്ര പേര് ഇങ്ങനെ ഈ തേനീച്ചക്കൂട് പൊട്ടിയ പോലെ ആൾക്കാർ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അത്രയും ആളായിരുന്നു. ഞാൻ സിനിമ കാണാൻ പോയപ്പോഴേക്കും ഗുഡ് ബൈ ഡഗ്ലിയൊക്കെ ഫുൾ ടൈറ്റ്ലി പാക്ഡ് ആയിരുന്നു. ഒരു സീറ്റ് ഒഴിവില്ല. റെട്രോ പോലും ഒരു സീറ്റ് ഒഴിവില്ല. തുടരുമൊക്കെ കാണിയുടെ 1000 സീറ്റുള്ള തിയേറ്ററിൽ 1000 പേര് വരുന്നു. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളുടെ ഏത് ഓഡിറ്റോറിയത്തിൽ 1000 സീറ്റുള്ളത്? എവിടെയുണ്ട്? ഇവിടെ കേരളത്തിലുള്ള നിൻ്റെയൊക്കെ ഏത് തിയേറ്ററിലുണ്ട് 1000 സീറ്റ് ഒരു സ്ക്രീനിൽ? നിൻ്റെയൊക്കെ 9, 11 സ്ക്രീൻ എണ്ണിക്കഴിഞ്ഞാൽ ഉണ്ടാവും 1000. അതല്ലേ ഉള്ളു? കണ്ട് പഠിക്ക്. സാധാരണ നമ്മളെ ഇവിടെ സിനിമ എന്നുള്ള എൻ്റർടൈൻമെൻറ്റിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച തിയേറ്റേഴ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം എങ്ങനെയെന്ന് കണ്ടു നോക്ക്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആക്ച്വലി ഈ വീഡിയോ മൾട്ടിപ്ലക്സസ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി ഉള്ളതാണ്. സാധാരണ തിയേറ്ററിലൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് മുന്നേ പോയി. ഇവർ ഇപ്പോഴും മറ്റേ ജാംബവാൻ പോലും റിജക്റ്റ് ചെയ്ത സാധനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നാണം ഉണ്ടോ അവിടെ? ഇത്ര എനിക്ക് പറയാനുള്ളൂ. ആസ് എ റെസ്പോൺസിബിൾ ക്രിയേറ്റർ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് പറയും, മൾട്ടിപ്ലക്സസൊക്കെ ഒഴിവാക്കി ഇതുപോലുള്ള തിയേറ്ററിൽ പാർക്കിംഗ് ഫീസും കൊടുക്കാതെ സിനിമ എൻജോയ് ചെയ്യാം, വിഷ്വലി എൻജോയ് ചെയ്യാം, ഓഡിയോ വോയിസ് എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിച്ച് ഫാമിലി എല്ലാവരുമായിട്ട്. നിങ്ങൾ മറ്റേ തിയേറ്ററിൽ ഒരു ടിക്കറ്റ് എടുക്കുന്ന പൈസയ്ക്ക് ഇപ്പം നിങ്ങൾ കാണണല്ലേ ഇവിടെയുള്ള മൾട്ടിപ്ലക്സിൻ്റെയൊക്കെ ഒരു മുതലെടുപ്പ് നിങ്ങൾ കാണണല്ലേ. 700 അതിൻ്റെ മുകളിലേക്ക് ടിക്കറ്റ്, 1000 രൂപ ടിക്കറ്റൊക്കെ പ്രൈസ് ചെയ്യാൻ കാണില്ല. 1000 രൂപയ്ക്ക് ഇവിടെ എത്ര പേർക്ക് സിനിമ കാണാം? 200 വീതം 5 പേർക്ക് 160 രൂപ ടിക്കറ്റ് ഉള്ളൂ. ഞാൻ 200 പറയുന്നതാണ്. മറ്റേ എല്ലാവർക്കും ഒരു കപ്പലണ്ടി പാക്കറ്റ് വീതം അല്ലെങ്കിൽ ഒരു പപ്സ് വീതം ഞാൻ എണ്ണിപ്പറക്കി പറയുന്നതാണ്. 5 പേർക്ക് പപ്സും തിന്നാൽ സിനിമയും കണ്ട് ഈ പറഞ്ഞ 1000 രൂപയ്ക്ക് വീട്ടിൽ ഹാപ്പി ആയിട്ട് പോവാം.
സിനിമ മോശമാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് അത്രയും ഉഗ്രനായിട്ട് ഇവരത് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ കൊച്ചിയിൽ ഇത്രയും മൾട്ടിപ്ലെക്സ്, ഇത്രയും തിയേറ്റേഴ്സ് എല്ലാം ഉണ്ടായിട്ടും വനിത എന്നുള്ള തിയേറ്റർ പൂട്ടിപ്പോകാൻ പോയൊരു തിയേറ്ററാണ്. അറിയാമോ നിങ്ങൾക്ക് ആർക്കും? എന്നിട്ട് അത് ഇവിടം വരെ എത്തി. അത് അവിടുത്തെ ലിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞ ആ ഓണറിൻ്റെയും അവരുടെയും ദീർഘവീക്ഷണവും അവരുടെ ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ കാണിച്ച മനസ്സിൻ്റെയാണ് ഇന്ന് അത് അവിടെ നിന്ന് നിൽക്കണത്. പിന്നെ കുറേ മൊണ്ണേശുകൾ കൂടി ആ തിയേറ്ററിൻ്റെ പേര് കളയണത് മറ്റേ മൈക്ക് വന്ന് അവരതും വിളിച്ച് പറഞ്ഞു അവിടെ കിടന്ന് പേക്കൂർത്ത് കാണിച്ചിട്ടാണ്. അല്ലാതെ അവിടുത്തെ മാനേജ്മെൻറ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് തിയേറ്റർ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിൽ. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതേ ഒരു കാഴ്ചപ്പാടിലേക്ക് തന്നെ ഇവരൊക്കെ എത്തിച്ചേർന്നു. ഐസക് മറിയ പഴയ തിയേറ്ററായിരുന്നു മൂവാറ്റുപുഴയിൽ, ഇപ്പം എങ്ങനെയാണ് ഒന്ന് പോയി നോക്ക്. മൾട്ടിപ്ലെക്സിനെ വെല്ലുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. VB സിനിമാസ്, തൃപ്രയാർ, രാഗം, ജോസ് എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മൾട്ടിപ്ലെക്സ് ഇപ്പോഴും മറ്റേ പോക്കോണം വിറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പഴയ സാധനം വെച്ചുകൊണ്ട്, പൂത്തുപോയ സാധനം വെച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടെങ്കിൽ ഉളുപ്പ് തോന്നിയിട്ടെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യട്ടെ. നാട്ടുകാരുടെ പൈസ പിഴിയണത് കൂടാതെ എന്തെങ്കിലുമൊക്കെ കൊടുക്ക്, എന്തെങ്കിലും തിരിച്ചു കൊടുക്ക്. ഇപ്പം നാട്ടുകാർക്ക് മൾട്ടിപ്ലെക്സിനെ വെറുത്ത് പണ്ടടങ്ങിയിരിക്കുന്നതാണ്. അതാണ് സത്യം പറഞ്ഞ അവസ്ഥ. ഞാൻ ഉള്ള കാര്യം പറയണം, നിങ്ങളുടെ നന്മയ്ക്കും കൂടിയായിട്ട് പറയണതാണ്. നിങ്ങളിവിടെ അപ്ഗ്രേഡ് ചെയ്തതിന് എനിക്ക് തൊട്ടടുത്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരാനും പോകാനും ഈ പറഞ്ഞ ആലുവ വരെ പോകേണ്ട കാര്യമൊന്നും വരില്ല. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെങ്കിലും കണ്ടിട്ട് ഒന്ന് തിരുത്താൻ നോക്ക്, അതെനിക്ക് പറയാനുള്ളത്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയും ഗൈസ്, കാരണം നിനക്കറിയാലോ എൻ്റെ സ്വഭാവം അറിയാലോ, എനിക്ക് മിണ്ടായിരുന്നു ശീലമില്ല. അത് മാത്രമല്ല എൻ്റെ ഉദ്ദേശം അവർ നന്നാവണമെന്ന് തന്നെയാണ്. കാരണം ഇവിടെ ഒരിടക്ക് ഭയങ്കര നല്ല തിയേറ്റേഴ്സ് കൊണ്ടുവന്ന ആൾക്കാരാണ്. ഇവിടെ ഈ നമ്മുടെ നാട്ടിലൊരു പ്രോബ്ലം ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചാലേ, എല്ലാം പുതിയത് ഇങ്ങനെ മേടിച്ച് വെക്കും. ഒന്നിന് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ സാധനം ചെയ്യില്ല. മെയിൻ്റനൻസ് പൂജ്യമായിരിക്കും. നല്ല സീറ്റ് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യും, അതൊന്ന് തുടക്കുകയോ തൂത്ത് വെക്കുകയോ അത് മെയിൻറ്റെയിൻ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അത് പൂത്ത് പണ്ടാരടങ്ങിയാൽ അത് അങ്ങനെ തന്നെ ഇടും. സർവീസ് എന്ന് പറഞ്ഞ സാധനം പൂജ്യമായിരിക്കും. ഇതാണ് എനിക്ക് നമ്മുടെ നാട്ടിൽ തോന്നിയിരിക്കുന്ന ഒരു പ്രശ്നം. വോൾവോ ബസ് വരെ നശിപ്പിച്ച് കളഞ്ഞ നാടാണ്. ഞാൻ എന്ത് പറയാനാണ്? വോൾവോ എന്തിനാണ് അറിയപ്പെടുന്നത്? അറിയാവുന്നവർക്ക് അറിയാം എന്തിനാണ് അറിയപ്പെടുന്നത്. ഡ്യൂറബിലിറ്റിക്കും സേഫ്റ്റിക്കുമാണ്. അതുവരെ ഇവിടെ കട്ടപ്പുറത്ത് കയറ്റിയ നാടാണ്. ഞാൻ ആരോട് പറയാനാടേ? എന്തായാലും ഇതാണ് എനിക്ക് ഈ തിയേറ്ററെ പറ്റിയും മറ്റുള്ള തിയേറ്ററുകളെ പറ്റിയുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും മാധുര്യ തിയേറ്റർ ഇസ് FRK അപ്രൂവ്ഡ്. കിടിലൻ തിയേറ്റർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും വീണ്ടും ഒരുപാട് സിനിമകൾ അവിടെ പോയി കാണാൻ ശ്രമിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. എന്നിട്ടും ഞാൻ പോയിട്ട് ഞാൻ പറയുകയാണ്, അത്രയും മോശം ആയിട്ട് ഒരു സിനിമ തോന്നിയിട്ട് പോലും ഞാൻ പറയാണ് സിനിമ മോശമായിരുന്നു, പക്ഷേ തിയേറ്റർ ഗംഭീരമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് ഇവരെ പറ്റി പറയാനുള്ളത്. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ശരി, അപ്പോൾ ബൈ, ഹാവ് എ ഗുഡ് നൈറ്റ്.